സർവസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയത് എന്നുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, എന്താണ് ഈ അല്ലെങ്കിൽ ഏതാണ് ഈ ടോപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു അഡ്മിഷന് വേണ്ടി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് എന്ന് പറയുന്നത്. സോ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയർ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജർമ്മനിയിലത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ട് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്കിനെ അല്ലെങ്കിൽ ടുമ്മിനെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റീസൺസ് ആണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടും ദ അല്ലെങ്കിൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ റാങ്കിങ് അനുസരിച്ച് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചിൽ 12th ഇൻ വേൾഡ് വൈഡ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലോബൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റബിലിറ്റി റാങ്കിങ്ങിൽ നോക്കുമ്പോൾ 13ാം സ്ഥാനമാണ് ടുമ്മിനുള്ളത്. അത് മാത്രമല്ല 2025 സ്റ്റാൻഡ് അനുസരിച്ച് QS വേൾഡ് റാങ്കിങ്ങിലും ഇതേപോലെ തന്നെ ടൈം എഡ്യൂക്കേഷൻ റാങ്കിങ്ങിലും വേൾഡിൽ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ടും ഉണ്ട്. സോ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ റാങ്കിങ് അനുസരിച്ച് 26 പ്ലേസും QS റാങ്കിങ് അനുസരിച്ച് 28th പ്ലേസുമാണ് ടുമ്മിന് 2025 സ്റ്റാൻഡ് അനുസരിച്ച്. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തത്, എങ്ങനെയായിരുന്നു എൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് പ്രോഗ്രാമിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഏതാണെങ്കിലും അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാം. അപ്പോൾ ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഡാറ്റ് വെബ്സൈറ്റ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ എൻ്റെ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ യൂസ് ചെയ്ത ഫിൽറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ടൈപ്പ് ഏതാണ്, കോഴ്സ് ഓഫ് സ്റ്റഡി അത് അണ്ടർ ഗ്രാജുവേറ്റ് ആണോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ, ലൊക്കേഷൻ, കോഴ്സ്, ലാംഗ്വേജ്. അപ്പോൾ എനിക്ക് ബേസിക്കലി ജർമ്മൻ അറിയാമായിരുന്നു, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ജർമ്മനിയിൽ ചെയ്യാൻ മാത്രം കോൺഫിഡൻ്റ് ആയിരുന്നില്ല ഞാൻ. സോ ഞാൻ ഇംഗ്ലീഷിലുള്ള കോഴ്സസ് ആയിരുന്നു ആ ഒരു സമയത്ത് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ഇവിടെ മ്യൂണിക്കിൽ തന്നെ അല്ലെങ്കിൽ ബവേറിയത്തെ 2 യൂണിവേഴ്സിറ്റീസ് ജർമ്മനിയിലെ തന്നെ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്, അല്ലെങ്കിൽ യൂറോപ്പിലെ തന്നെ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലുള്ളതാണ് LMUവും ടുമ്മും. അതേപോലെ തന്നെ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി അതേപോലെയുള്ളതൊക്കെ ബവേറിയയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറെയും നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ എനിക്ക് മ്യൂണിക്കിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ടിട്ട് ഞാൻ ഈ ഒരു ഫിൽറ്റർ ക്രൈറ്റീരിയയും കൂടിയിട്ട് അതിനകത്ത് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യത്തെ ഈ റിസർച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, അപ്പോൾ ഞാൻ ഡാഡി കൂടെ അല്ല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൂടെ അല്ല എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ നടക്കുന്നത്. പകരം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൂടെ ഡയറക്റ്റ് ആയിട്ടാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടുമ്മിൻ്റെ ഹോം പേജിൽ പോയിട്ട് എൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻസ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ആപ്ലിക്കേഷൻ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുടെ ഹോം പേജിൽ പോയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തു. സോ എനിക്ക് വിൻ്റർ സെമസ്റ്ററിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. അപ്പോൾ ഞാൻ ആ ഒരു വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് ജനുവരി തൊട്ടിട്ട് മെയ് വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പം ഞാൻ നോക്കിയത് ഫെബ്രുവരി ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കുന്നത്. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മാർച്ചിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എല്ലാവരും കൂടി കളക്ട് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും മിഡ് മാർച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സബ്മിഷൻ പ്രോസസ്സ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടും ഓൺലൈനിൽ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ ID ഒക്കെ വെച്ചിട്ട് ടും ഓൺലൈനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇനീഷ്യൽ ചെക്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ. പിന്നെ അതിന് ശേഷം എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണ സമയത്ത് ആ ഓൺലൈനിൽ തന്നെ എനിക്കൊരു ഫോം കിട്ടിയിരുന്നു, ആപ്ലിക്കേഷൻ ഫോം ഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു അഡ്മിഷൻ ഫോം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണമായിരുന്നു. എന്നാൽ മാത്രമേ
ആപ്ലിക്കേഷന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവായിരുന്നുള്ളൂ. സോ ഞാനിതൊക്കെ ചെയ്തു. അവര് എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ അവർക്ക് റിസീവ് ചെയ്തു. അപ്പൊ എനിക്കൊരു കൺഫർമേഷൻ കിട്ടി. എല്ലാം ഗ്രീൻ ആയി. ഓക്കെ, ഇലക്ട്രോണിക്കലി എല്ലാ ഡോക്യുമെന്റ്സും അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു സ്റ്റേജിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ ആപ്ലിക്കേഷന് കൊടുത്തിരുന്ന ആ ഒരു ഡോക്യുമെന്റ്സ്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ഇത് എനിക്ക് TUM ഓൺലൈനിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ പാസ്പോർട്ട്, അബ്സ്ട്രാക്ട്, കംപ്ലീറ്റ് ആൻഡ് കറന്റ് റെസ്യൂമേ, IELTSന്റെ സ്കോർ വേണമായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഇതിന് ബാൻഡ് 6.5 ആയിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലെറ്റർ ഓഫ് മോട്ടിവേഷൻ വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ VPD വേണം. പിന്നെ സബ്ജക്റ്റ് ആൻഡ് ഗ്രേഡ് ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് സ്റ്റഡീസ് ടു ഡേറ്റ്. അപ്പം ഞാൻ എൻ്റെ ബാച്ചിലേഴ്സിൻ്റെ എല്ലാ ഡിഗ്രി ഗ്രേഡ് സർട്ടിഫിക്കറ്റും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരുന്നു. ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള 2 ഡോക്യുമെന്റ്സും കൂടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ബാച്ചിലേഴ്സിന്റെ കരിക്കുലവും പിന്നെ എവിഡൻസ് ഓഫ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഞാൻ ഇതെല്ലാനും കൂടിയിട്ട് ആ ഒരു ആപ്ലിക്കേഷന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് എനിക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരു വേർഡ് എന്നുള്ളത് VPD എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആയിരുന്നു. അപ്പൊ ഈ VPD എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് എനിക്ക് യൂണി അസിസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ യൂണി അസിസ്റ്റിലേക്ക് ഞാൻ എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തത് ഞാൻ അന്ന് കൊറിയർ ആയിട്ടാണ് അയച്ചു കൊടുത്തത്. ആസ് വെൽ ഓൺലൈൻ ആയിട്ടും അയച്ചു കൊടുത്തിരുന്നു. നോട്ടറൈസ് ചെയ്ത കോപ്പീസ് ആണ് ഞാൻ ഓൺലൈനായിട്ട് കൊറിയർ വഴിയും അയച്ചു കൊടുത്തത് എന്നതാണ് എൻ്റെ ഓർമ്മ. സോ ഇതെല്ലാനും നോക്കിയിട്ട് യൂണി അസിസ്റ്റിന്ന് എനിക്കൊരു കൺഫർമേഷൻ പോലെ കിട്ടിയിരുന്നു. ഞാൻ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണ് എന്നുള്ളൊരു കൺഫർമേഷൻ. സോ ഈ ഒരു ഡോക്യുമെന്റ് കൂടിയിട്ട് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിന്റെ സമയത്ത് TUMലേക്ക് കൊടുത്തിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ ഈ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാച്ചിലർ തീസിസിന്റെ അബ്സ്ട്രാക്റ്റ് ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതൊരു 300 to 500 വേർഡ്സിൽ ഞാൻ എന്താണ് ബാച്ചിലറിൽ തീസിസ് ചെയ്തേ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവർക്ക് അതും കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് നമ്മുടെ അബ്സ്ട്രാക്റ്റ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, അപ്പൊ അതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. ആ ഒരു അബ്സ്ട്രാക്റ്റും കൂടിയിട്ട് ഞാൻ കൊടുത്തിരുന്നു. സോ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തിട്ട് അടുത്ത ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്മിഷൻ ആയിരുന്നു. അപ്പൊ അഡ്മിഷനിൽ എൻ്റെ കോഴ്സിന്റെ ടൈപ്പ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റ് ആയിരുന്നു. സോ 2 ലെവൽ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ലെവലിൽ എൻ്റെ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ അവർ അസസ് ചെയ്തു. അപ്പൊ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലെവൽ 2ലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ചില പ്രോഗ്രാമിൽ ഇങ്ങനത്തെ ഒരു ലെവൽ 2 ഉണ്ടാവില്ല. ചിലപ്പോൾ ലെവൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനത്തെ ഒരു കേസും കൂടിയിട്ടുണ്ട്. ഇൻ കേസ് എൻ്റെ കോഴ്സിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ലെവൽ 1ൽ 65ന് എബോവ് നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാച്ചിലർ സ്റ്റഡീസിൽ ഞാൻ ചെയ്ത കുറച്ച് സബ്ജക്റ്റുകൾ മാത്രമേ PG കോഴ്സുമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ആ കോഴ്സുകൾ മാത്രമേ അല്ലെങ്കിൽ ആ സബ്ജക്റ്റുകൾ മാത്രമേ ഇവര് ഫസ്റ്റത്തെ ലെവലിൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് എടുത്തിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവാലുവേഷൻ എടുക്കും. പക്ഷെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ആ PGയുമായിട്ട് കുറച്ചുകൂടി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു 65ന്റെയും 49ന്റെയും ഇടയിലാണ് വന്നത്. അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂവിന് പോവേണ്ടി വന്നിരുന്നു. സോ ഇന്റർവ്യൂവിന് ഞാൻ സെലക്റ്റഡ് ആയി എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടി. ഇന്റർവ്യൂവിന്റെ ഡേറ്റും അതേപോലെ തന്നെ അന്ന് കോവിഡിന്റെ സമയമായതുകൊണ്ടിട്ട് ഓൺലൈൻ ആയിട്ടായിരുന്നു ഇന്റർവ്യൂ. അപ്പോൾ അത് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് തന്നെയാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ ടൈം സ്ലോട്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ടൈം സ്ലോട്ടിലും ഒരു 8 പേരോ 6 പേരോ ഉള്ള ഒരു ഗ്രൂപ്പിലെ അത്രയും ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ് ഇവർ ഒന്നിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒന്നുമല്ല. ഫസ്റ്റ് തന്നെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഫസേഴ്സ് ഏതാണോ അവരെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വിർച്വൽ മീറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്പൊ നമ്മളുടെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവര് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യും. ഞാനും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തത്, എവിടെ നിന്നാണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട്
ഈ ജനറൽ ഇൻട്രൊഡക്ഷൻ റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർ ടൈം സ്ലോട്ട് തരികയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ റൗണ്ട് കഴിഞ്ഞിട്ട് ഞാനൊരു 1 ഹവറൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂ റൗണ്ട് വന്നത്. അപ്പോൾ ആ ഒരു ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂ റൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും 2 പ്രൊഫസേഴ്സ്, ആ ഒരു പ്രൊഫസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെയറിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് ആയിരുന്നു. ഞങ്ങളുടെ ചെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് എൻ്റെ തീസിസ് ചെയ്ത ചെയറിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് ആയിരുന്നു. സോ പുള്ളി എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആരാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നതിനെയൊക്കെ പറ്റിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ പിന്നെ കേട്ടിട്ടുണ്ട്. ഞാൻ അത് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് വന്ന പ്രൊഫസേഴ്സ് വേറെ പ്രൊഫസേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ സബ്ജക്ട് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ കഴിഞ്ഞു. അവര് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻസ്? അതേപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടും ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടും അതേപോലെ ആ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടും കൂടുതലായിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങളുടെ ബാച്ചിലേഴ്സ് ആയിട്ട് നന്നായിട്ട് പരിചയം ഉണ്ടായിരിക്കണം. സോ എൻ്റെ ബാച്ചിലേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടും എൻ്റെ ബാച്ചിലേഴ്സ് ആയിട്ട് എൻ്റെ പ്രൊഫസറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പുള്ളി കൂടുതലായിട്ട് ചോദിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റിന്ന് ഒരു ഇമെയിൽ വരെയാണ് എനിക്കിങ്ങനെ അഡ്മിഷൻ കിട്ടി, ഞാൻ എലിജിബിൾ ആണ് ഈ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞ. പക്ഷേ ഈ ഒരു മൊമെന്റിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ടുമില് ആക്സെപ്റ്റൻസ് കിട്ടിയത്. ഞാൻ ഇതുപോലെ തന്നെ വേറെയും യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്തിരുന്നു. എനിക്ക് വേറെ 2 യൂണിവേഴ്സിറ്റികളിൽ നിന്നും കൂടിയിട്ട് അഡ്മിഷൻ കിട്ടിയിരുന്നു. പക്ഷേ ടുമിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ടുമിത്തെ അഡ്മിഷൻ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. സോ ഈ ഒരു ഡിസിഷൻ എനിക്ക് കിട്ടിയത് ഒക്ടോബർ ടൈമിലാണ്. ഞാൻ മാർച്ചിൽ എൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയെങ്കിലും ഇത്രയും ലോങ് ആയിട്ടുള്ള പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റഡി പ്ലേസ് ഒക്കെ ടോം ഓൺലൈനിൽ ആക്സെപ്റ്റ് ചെയ്തു. അതിന് ശേഷമാണ് എൻറോൾമെന്റ് എന്നുള്ള ഒരു സ്റ്റേജ് വരുന്നത്. അപ്പോൾ എൻറോൾമെന്റിൽ അവർ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് എൻറോൾമെന്റിന് എക്സ്ട്രാ ആയിട്ട് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്, അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്ത ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രൂഫും അതേപോലെ തന്നെ എൻ്റെ ഇന്റേൺഷിപ്പിന്റെ പ്രൂഫും, ഈ 2 കാര്യങ്ങളും കൂടിയിട്ട് എൻ്റെ പ്രോഗ്രാമിന് നല്ല ഇന്റേൺഷിപ്പ് മാത്രമാണ് എൻ്റെ പ്രോഗ്രാമിന് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് പൊതുവെ എല്ലാ പ്രോഗ്രാമിനും അവർക്ക് അതിൻ്റെ ഒരു എവിഡൻസ് വേണം. സോ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. എൻറോൾമെന്റ് കംപ്ലീറ്റ് ആയി. അങ്ങനെ വിന്റർ സെമസ്റ്റർ 2020 ഞാൻ എൻ്റെ ഡിഗ്രി ജേർണി അല്ലെങ്കിൽ ടും ജേർണി സ്റ്റാർട്ട് ചെയ്തു. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇനി ഈ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് അഡ്മിഷൻ നേടുക എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. So thank you for watching. See you in another video. Bye bye.